ഇപ്പോൾ ഇടുക്കി പൂപ്പാറയിൽ കടകൾ ഒഴിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എബിൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. എബിൻ, എന്താണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? വേണു, ഒഴിപ്പിക്കൽ നടപടി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ 56 കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ പന്നിയാർപ്പുഴയ്ക്ക് സമീപം കയ്യേറ്റ ഭൂമിയിലുണ്ട് എന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഇവർ പറയുന്നത് ഇവർക്ക് സാവകാശം വേണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 7 ദിവസത്തെ സാവകാശം നൽകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ ഹൈക്കോടതി ഉത്തരവുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് സബ് കളക്ടർ ഇവരോട് മുന്നോട്ട് വെച്ചു. ഏതായാലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പൂപ്പാറ ടൗണിൽ ഈ വ്യാപാരികളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഈ 56 കെട്ടിടങ്ങളും ഇന്ന് സീൽ ചെയ്യും. അതിൽ നിന്ന് ആളുകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള സാവകാശം നൽകുമെന്നാണ് സബ് കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം കെട്ടിടങ്ങൾ ഉടനടി പൊളിക്കുകയില്ല. താമസക്കാരടക്കം 24ഓളം വീടുകളുണ്ട്. ഈ വീടുകളിലുള്ള ആളുകൾക്ക് മറ്റു വീടുകൾ കണ്ടെത്തി പോകുവാനുള്ള സാവകാശം നൽകും. അതുപോലെ തന്നെ പഴം, പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരികളുണ്ട്. ഇവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സമയം നൽകും. ഇത്തരത്തിലുള്ള സാവകാശം മാത്രമാണ് നൽകാൻ കഴിയുക. അതല്ലാതെ ഒഴിപ്പിക്കൽ നടപടി മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് സബ് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പ്രദേശത്ത് വൻ പോലീസ് സേനകത്ത് നിയോഗിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. വേണു, എബിൻ, ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലേ? വേണു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഇതിനുണ്ട് എന്നാണ് ഈ ആക്ഷൻ കൗൺസിൽ പറയുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള വ്യാപാരികളും അതുപോലെ തന്നെ വിവിധ സംഘടനകളിൽപ്പെട്ട ആളുകളും ഇതിലുണ്ട് എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമൊന്നും ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. കാരണം ഹൈക്കോടതി വിധിയായതുകൊണ്ട് തന്നെ ഉത്തരവിനെ ലംഘിക്കുക അത് മറ്റ് സാങ്കേതികമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണയില്ല. എങ്കിൽ പോലും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സമരത്തിന് പിന്തുണയുമായിട്ടുണ്ട്. വേണു, എബിൻ, ഇപ്പോൾ ഈ പ്രതിഷേധം വളരെ ശക്തമാണോ? എന്താണ് റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത്? അവർ ഈ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ? വേണു, തീർച്ചയായിട്ടും ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സബ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഹൈക്കോടതി കഴിഞ്ഞ ജനുവരി 17 നൽകിയ നിർദ്ദേശം ഈ 6 ആഴ്ചയ്ക്കകം ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ദ്രുതഗതിയിൽ ഒരു നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത്. എന്നാൽ വ്യാപാരികൾ അടക്കം പറയുന്നത് സാവകാശം നൽകണമെന്നുള്ളതാണ്. ഒരാഴ്ചത്തേക്കും സാവകാശം നൽകണം, നിയമ പോരാട്ടം തുടരും, അപ്പീൽ നൽകുമെന്നെല്ലാം പറയുമെങ്കിൽ പോലും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അടിയന്തരമായി ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നത്. പോലീസ് സുരക്ഷയോടുകൂടി തന്നെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നാൽ ചില കടകളിലെത്തുമ്പോൾ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിനെല്ലാം തടയാനുള്ള പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ മുന്നോട്ട് പോവുകയാണ്. വേണം. ശരി, എബിൻ ജോസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പൂപ്പാറയിൽ ഒഴിപ്പിക്കലിനെതിരെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത്.